ഓം നമഃ ശിവായ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് കുണ്ടലിനി യോഗ. കുണ്ടലിനി യോഗ അഭ്യസിക്കുമ്പോൾ ചക്രങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിയിലുണ്ടാവുന്ന മാറ്റങ്ങൾ. ചില കൂട്ടുകാർ എന്നെ വിളിക്കുകയുണ്ടായി, ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഈ എപ്പിസോഡിലൂടെ ക്ലാരിഫൈ ചെയ്യുന്നത്. കുണ്ടലിനി യോഗ എന്താണെന്നും അതുവഴി നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതെങ്ങനെയാണ് കുണ്ടലിനി യോഗ എന്നും ഞാൻ നേരത്തെ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയുണ്ടായിരുന്നു. എന്നാലും അത് ഷോർട്ടായിട്ട് ഞാൻ ഈ എപ്പിസോഡിൽ അത് ക്ലാരിഫൈ ചെയ്യുകയാണ്. കുണ്ടലിനി യോഗ എന്ന് നാം എല്ലാം വിചാരിച്ചിരിക്കുന്നത് യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷനിലൂടെ ചക്രങ്ങൾ ഉണർത്താം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഒട്ടുമിക്കവരുടെയും ധാരണ. എന്നാൽ ഈ ഒരു രണ്ട് കൺസെപ്റ്റും നമ്മുടെ മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ളതുള്ള ഉണർവിനെ ആണ് മെയിനായിട്ട് ബേസ് ചെയ്തിരിക്കുന്നത്. പ്യുവർ മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ ചെയ്യുന്നത് വഴി നമ്മുടെ മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു അപ്ഗ്രേഡാണ് ഉണ്ടാകുന്നത്. മറിച്ച് ചക്രങ്ങൾ ഒരിക്കലും ഉണരുന്നില്ല. കുണ്ടലിനി എന്നുള്ളത് ഓൾറെഡി ഒരു ശിശു ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ കുണ്ടലിനി എപ്പോഴും ഉണർന്നു തന്നെയാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് കുണ്ടലിനി ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. കാരണം കുണ്ടലിനി എന്നുള്ളത് വൈബ്രേഷൻ, ആ വൈബ്രേഷനാണ് ആ ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നത്. എന്ന് കുണ്ടലിനി വൈബ്രേഷൻ സ്റ്റോപ്പ് ആവുന്നു, ആ വ്യക്തി സമാധി അല്ലെങ്കിൽ മരണം അല്ലെങ്കിൽ ദൈവപ്രാപ്തി എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ ചില വീഡിയോസിലൊക്കെ കാണാറുണ്ട് കുണ്ടലിനി ആക്ടിവേഷൻ എന്നൊക്കെ. അത് പൂർണ്ണമായിട്ടും അസത്യമാണ്. കാരണം കുണ്ടലിനി എപ്പോഴും ഉണർന്നു തന്നെയാണ് ഇരിക്കുന്നത്. അത് കൂടുതൽ വൈബ്രേറ്റഡ്. അത് നമ്മൾ ജപിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടാവും. നമുക്ക് ജപിക്കുമ്പോൾ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ നമ്മുടെ മനസ്സിൽ പൂർണ്ണമായിട്ടും ഡീപ്പായിട്ട്, ഇപ്പോൾ ജപം ചെയ്യുകയാണെങ്കിൽ നാം ഡീപ്പായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാരണം തന്നെ കുണ്ടലിനി വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ്. കുണ്ടലിനി ആക്ടിവേറ്റ് ആണ് നമ്മൾ നോർമൽ സ്റ്റേജിൽ നമ്മൾ ജപം ചെയ്യുന്ന സമയത്ത് അത് കൂടുതൽ വൈബ്രേറ്റഡ് ആകും. പ്രത്യേകിച്ച് രുദ്രാക്ഷമാലയിൽ നാം ജപം ചെയ്യുമ്പോൾ ഗായത്രി മന്ത്രം, നമ്മുടെ ഉപാസനാമൂർത്തിയുടെ ഗായത്രി മന്ത്രം ജപിച്ച് നമ്മൾ രുദ്രാക്ഷമണിയെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കുണ്ടലിനി വൈബ്രേറ്റഡ് ആവും. അപ്പോൾ നമുക്ക് പ്യൂരിറ്റി കിട്ടും. ആ ഡീപ്നെസ് നമുക്ക് അത് കൂടുതൽ ജപത്തിന് ആ ഒരു ലെവലിലേക്ക്, നമ്മുടെ ഈശ്വര സാക്ഷാത്കാരം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോകാൻ തന്നെ കുണ്ടലിനിക്ക് മെയിനായിട്ട് വേണ്ടത് ജപമാണ്. രുദ്രാക്ഷമാലയിൽ പ്രത്യേകിച്ച് ജപിക്കുമ്പോൾ നമ്മുടെ കുണ്ടലിനി വൈബ്രേറ്റഡ് ആവും. നോർമൽ സ്റ്റേജിൽ നിന്ന് വൈബ്രേറ്റഡ് ആകുമ്പോൾ പമ്പിങ് നടക്കും. ഫ്ലൂയിഡ് മേളിലേക്ക് പമ്പിങ് ചെയ്ത് സഹസ്രാരത്തിലേക്ക് എത്തും. അപ്പോഴാണ് നമ്മുടെ അവിടെയും ഇവിടെയും ഒക്കെ ചെറുതായിട്ടൊരു വേദനയും വൈബ്രേഷനും ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു, നോർമൽ ബോഡി കുണ്ടലിനി ചക്രങ്ങൾ ഉണർത്തുവാനുള്ള ജപം, ഉപാസനകളൊക്കെ കഴിഞ്ഞ് ജപം എന്നുള്ള ഒരു സ്റ്റേജിലെത്തുമ്പോഴാണ് നമ്മുടെ ഉപാസന അല്ലെങ്കിൽ ഉപചാരത്തിൻ്റെ റിസൾട്ട് ആ കുണ്ടലിനി വൈബ്രേഷൻ പമ്പിങ് വഴി മേലോട്ട് സഹസ്രാരത്തിലിട്ട് ആ ഫ്ലൂയിഡ് പമ്പ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന റേഡിയേഷനാണ് അവിടെ ഇവിടങ്ങളിൽ നമുക്ക് വൈബ്രേഷനാണ് അനുഭവപ്പെടുന്നത്.
നാം കുണ്ടലിനി യോഗ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഓരോ ജാതകത്തിലും, ഓരോരുത്തരുടെ ജാതകത്തിലും 9ാം ഭാവത്തിലാണ് നമ്മുടെ ഇഷ്ടമൂർത്തി. ആ ഇഷ്ടമൂർത്തിയെ ശ്രീചക്രത്തിലോ സാളഗ്രാമ രൂപത്തിലോ നാം ആരാധിക്കുകയാണ്, ഉപാസിക്കും. ദിവസവും രാവിലെ പഞ്ചോപചാരം ചെയ്ത് അതിനുശേഷം ജപം. ഈ ഒരു കൺസെപ്റ്റാണ് കുണ്ടലിനി യോഗയിൽ മെയിനായിട്ട് വേണ്ടത്. നിങ്ങൾക്കറിയാം, സഹസ്രാരം എന്നുള്ള കൺസെപ്റ്റിലെത്തിയവർ ശ്രീനാരായണ ഗുരു, ശങ്കരാചാര്യർ, രമണ മഹർഷി, പരമഹംസ, അങ്ങനെ എത്രയോ പേരുണ്ട് നമ്മുടെ വ്യൂവിൽ. അപ്പോൾ ഇവർക്കെല്ലാം ഉപാസന എന്നുള്ള ഒരു കൺസെപ്റ്റുണ്ട്. ഇവർ പ്ലെയിൻ യോഗ ചെയ്തിട്ടാണെങ്കിൽ ഇന്ന് എത്രയോ പേർക്ക് കുണ്ടലിനി ചക്രങ്ങൾ ആക്ടിവേറ്റ് ആകേണ്ട അവസ്ഥയായിരുന്നേനെ. എന്നാൽ റിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടമൂർത്തിയെ, ഉപാസനാമൂർത്തിയെ ഗുരുവായി തന്നെ വരിച്ച് നമുക്കൊരു പ്രത്യേകിച്ചൊരു ഗുരുവിൻ്റെ ആവശ്യമില്ല. കാരണം ഇന്നത്തെ കാലത്തറിയാം, ഗുരു എന്നുള്ള കൺസെപ്റ്റ് ചൂഷണം ചെയ്ത് എത്രയോ പേര് പല രീതിയിൽ, ഇപ്പോൾ നമ്മൾ കുണ്ടലിനി യോഗ തന്നെ അഭ്യസിക്കാൻ പോയവർക്കൊക്കെ ഒരു റിസൾട്ട് കിട്ടിക്കാണും, എവിടെയൊക്കെയോ എത്തി, കുറേ കാശ് പോയി എന്നൊക്കെ. പക്ഷേ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ കുണ്ടലിനി യോഗ അഭ്യസിക്കാം. അതിന് 5 പൈസ പോലും നമുക്ക് ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ട ഇത്രയും: ശ്രീചക്രമോ സാളഗ്രാമോ നമ്മൾ വീട്ടിൽ പ്രാണപ്രതിഷ്ഠ ചെയ്യുക. നമ്മൾ ദിവസവും അതിനെ പഞ്ചോപചാരം ചെയ്യുക. പഞ്ചോപചാരം ചെയ്തതിന് ശേഷം നമുക്ക് രുദ്രാക്ഷമാലയിൽ ഭഗവാന്റെ, അതായത് നമ്മുടെ ഉപാസനാമൂർത്തിയുടെ ഗായത്രി മന്ത്രം നമ്മൾ ഓരോ മണിയിലും നാം ആ ഗായത്രി മന്ത്രം ജപിച്ച് അതിൽ പൂർണ്ണത വരുത്തുക. ഡേ ബൈ ഡേ നമ്മൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, ആ ജപത്തിന്, ഉപാസന എന്നുള്ള അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ജപത്തിലുണ്ടാകും. അങ്ങനെ നമ്മുടെ ശരീരം വൈബ്രേറ്റ് ആകാൻ തുടങ്ങും. ആ വൈബ്രേഷനാണ് നമ്മൾക്കുണ്ടാകുന്ന ശക്തി വിശേഷങ്ങൾ. ഓരോ ദിവസവും ചോറും, ഓരോ ദിവസം കഴിയുമ്പോഴും നമുക്ക് ആ വൈബ്രേഷൻ കൂടി വരുന്നു. ഈ വൈബ്രേഷൻ നടക്കുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ നമ്മുടെ പുറകിൽ ബാക്ക് പെയിൻ ഉണ്ടാവാം, അതായത് തലയ്ക്ക് തലവേദന ഉണ്ടാകും. അതിന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എള്ളെണ്ണയിൽ നമ്മൾ വെള്ളരിക്കിൻ്റെ ഇലയും വെറ്റിലയും ചേർത്ത് തിളപ്പിച്ച് ആറ്റി ഒരു കുപ്പിയിലാക്കി വെച്ച് നമ്മൾ ദിവസവും നമ്മൾ സഹസ്രാരത്തിൽ, അതായത് നെറുകും തലയിൽ നമ്മൾ കുറച്ച് ക്ലോക്ക് വൈസ് മസാജ് ചെയ്യുക. സോ ദാറ്റ് നമ്മുടെ മനസ്സ്, നമ്മുടെ സഹസ്രാരമായിരിക്കും കുണ്ടലിനി യോഗ, അതായത് ജപം ചെയ്യുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ആകെ വേർക്കും, ശരീരം മൊത്തം വേർക്കും. കാരണം കോസ്മിക് എനർജിയാണ് നമ്മളിലേക്ക് അബ്സോർബായി വരുന്നത്. അപ്പോൾ ഈ ഒരു എനർജിയെ താങ്ങാനുള്ള ശേഷി നമ്മുടെ ശരീരത്തിന് ഉണ്ടാവത്തില്ല. കാരണം ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ആ കോസ്മിക് എനർജി നമ്മളിലേക്ക് വരുന്നത്. ആ ഒരു പീരീഡ്, ആ ടൈം പീരീഡിൽ നമുക്ക് തലവേദനയും അതേപോലെ നടുവിന് വേദനയും ഉണ്ടാകാം. കാരണം നമ്മൾ വൈബ്രേഷൻ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും അതേപോലെ കഴുത്തും ശരിക്കിനും ആടും. ഈ ആട്ടം ഒരിക്കലും പേടിക്കരുത്. ഇത് നമുക്ക് വരേണ്ട തന്നെയാണ്. ഇത് മാക്സിമം വൈബ്രേറ്റ് ചെയ്താലേ നമുക്ക് ആ ശക്തികൾ, കുണ്ടലിനി ചക്രങ്ങൾ ഉണർത്താനുള്ള ആ ശക്തി നമ്മുടെ ശരീരത്തിന് ഉണ്ടാവത്തുള്ളൂ. കുറച്ച് നാൾ കഴിയുമ്പോൾ, അതായത് ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ ഈ വേദനയൊക്കെ ഓട്ടോമാറ്റിക്കലി മാറും. കാരണം ഈ കോസ്മിക് എനർജിയും ശരീരവുമായിട്ട് പൊരുത്തപ്പെടുമ്പോൾ, അത് ഡെയിലി റൂട്ടീൻ ആവുമ്പോൾ ഈ വേദനയൊക്കെ താനെ മാറും. അതിന് പ്രത്യേകിച്ച് നമുക്ക് മരുന്നോ മെഡിസിനോ പെയിൻ കില്ലറോ കഴിക്കേണ്ട ആവശ്യമേ ഇല്ല. ഈ ഒരു കൺസെപ്റ്റിൽ വൈബ്രേഷൻ തുടങ്ങിയാൽ നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എപ്പോഴും പോസിറ്റീവായിരിക്കും. നമുക്ക് എന്തെങ്കിലും ദുശീലങ്ങളുണ്ടെങ്കിൽ ആ ദുശീലങ്ങളൊക്കെ ടോട്ടലി മാറും.
വെജിറ്റേറിയൻ ആകും, പ്യൂർ വെജിറ്റേറിയൻ. കാരണം എന്താണ് കൺസെപ്റ്റ്, എന്താണ് വെജിറ്റേറിയൻ ആകാനുള്ള കാരണം, നോൺ വെജ് എന്താണ് നമുക്ക് തരുന്നത്, ആ ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വേർതിരിച്ചറിയാനുള്ള ഒരു ശക്തി, പവർ നമുക്ക് കിട്ടും. മുന്നിൽ വന്നിരിക്കുന്ന വ്യക്തി എന്താണ് അവൻ്റെ മനസ്സിൽ, അവനുള്ള പെയിൻ എന്താണ്, A to Z നമുക്കറിയാൻ കഴിയുക. ഒരു ജ്യോത്സ്യനാണെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിലാണ് പോകുന്നതെങ്കിൽ കവടി നിരത്താതെ തന്നെ മുമ്പിൽ വന്നിരിക്കുന്നവൻ്റെ എല്ലാ തരത്തിലുള്ള A to Z എന്ന് തന്നെ പറയാം. അവൻ്റെ റിസൾട്ട് അവനത് പറഞ്ഞു കൊടുക്കാനുള്ള പവർ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ എവിടേക്ക് ചെല്ലുന്നു, അതായത് കുണ്ടലിനി യോഗി എവിടേക്ക് ചെല്ലുന്നു അവിടെ എല്ലാം ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറാണ് ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കാലി ചായക്കടയിൽ കയറി ചായ കുടിക്കാൻ തുടങ്ങിയാൽ എവിടെ നിന്നൊക്കെയോ ആളുകളൊക്കെ വന്ന് ആ ചായക്കട നിറഞ്ഞിരിക്കുന്നതായിട്ട് തോന്നും. കാരണം നമ്മളിലുള്ള കോസ്മിക് എനർജിയാണ്. നാം എവിടെ പോയാലും, വണ്ടിയിൽ പോയാലും, തിരക്കുള്ള വണ്ടിയിൽ പോയാലും നമുക്ക് സീറ്റ് കിട്ടും. ഏതൊരു ക്രൗഡായിട്ടുള്ള ഏരിയയിൽ പോയാലും നമ്മൾ എല്ലാവരും വാച്ച് ചെയ്യും. കാരണം വശ്യം, ആകർഷണം, ആ കണ്ണുകളിൽ മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു പവർ, അതാണ് കോസ്മിക് പവർ എന്ന് പറഞ്ഞാൽ. സ്വയം ഭഗവാന്റെ ചൈതന്യം നമ്മളിൽ എപ്പോഴും ഒരാവരണമായിട്ട് മാത്രമല്ല, നമ്മൾ ഇൻറ്റേർണലി ആ ഒരു ശക്തി വിശേഷത്തിലേക്ക് മാറ്റപ്പെടുന്നു. പതുക്കെ 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 ആ എനർജി ലെവൽ കൂടുന്നതനുസരിച്ച് നമുക്ക് ഏതൊക്കെ ചക്രങ്ങൾ ഉണർന്നു എന്ന് നാം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ചക്രങ്ങൾ ഒരു സൈഡിലേക്ക് വെച്ചിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, നാം എത്ര ചക്രങ്ങൾ ഉണർത്തുന്നു എന്നുള്ള കൺസെപ്റ്റല്ല, അല്ലെങ്കിൽ എത്ര ചക്രങ്ങൾ ഉണർന്നു എന്നുള്ളതിലല്ല ശ്രദ്ധിക്കേണ്ടത്. ഉപാസനയിൽ പൂർണ്ണത കൊടുക്കുക, ശ്രദ്ധ കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഉപാസന അല്ലെങ്കിൽ ഉപചാരം, പഞ്ചോപചാരം ചെയ്യുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ ഉപാസനമൂർത്തിയെ വാത്സല്യത്തോടെ, സ്നേഹത്തോടെ ഉപചാരങ്ങൾ ചെയ്യുക. നാം ഒരു കുട്ടിക്ക് രാവിലെ എഴുന്നേൽപ്പിച്ച്, കുളിപ്പിച്ച്, വസ്ത്രമെടുത്ത്, പൊട്ടുതൊട്ട്, ആഹാരം കൊടുത്ത്, അങ്ങനെ നാം ദിവസവും ചെയ്യുമ്പോൾ ആ കുട്ടി ഓട്ടോമാറ്റിക്കലി വളരുന്നു. സെയിം കൺസെപ്റ്റാണ് നമ്മുടെ ഉപചാരത്തിലുമുള്ളത്. വളർന്ന് നാം അതായിത്തീരുന്നു എന്നുള്ളതാണ്. നാം ആ ഉപാസനാമൂർത്തി ആയിത്തീരുന്നു എന്നുള്ള കൺസെപ്റ്റാണ്. സ്വയം ശിവോഹം എന്നുള്ള കൺസെപ്റ്റാണ്. മൂലാധാരം ഉണരണമെങ്കിൽ തന്നെ, ആദ്യ ചക്രങ്ങൾ ഉണരണമെങ്കിൽ തന്നെ നമ്മളിലുള്ള എല്ലാ വികാരങ്ങളും പൂർണ്ണമായിട്ടും മാറി എന്നുള്ള കോസ്മിക്കിന് ഉറപ്പ് വന്നാൽ മാത്രമേ നമ്മുടെ മൂലാധാരം തൊട്ട് ഉണരുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്കറിയാം, ഭസ്മാസുരന് വരം കിട്ടിയ പോലെയാവും. സോ ഈ ഒരു വികാരങ്ങൾ മാറ്റപ്പെടണമെങ്കിൽ നമ്മൾ ഉപചാരം ചെയ്തേ മതിയാവുള്ളൂ. ആ കോസ്മിക്കിനെ നാം പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയാലേ കോസ്മിക് എനർജി എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ആകാൻ പറ്റുള്ളൂ. ഈ വികാരങ്ങൾ പൂർണ്ണമായിട്ടും നമ്മളിൽ വിട്ടു മാറുകയാണെങ്കിൽ മാത്രമേ ചക്രങ്ങൾ ഉണരാനുള്ള സാധ്യതകളും, അല്ലാതെ നമുക്ക് ഒരു കോഴ്സിൽ പോയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ആശ്രമത്തിൽ പോയിട്ട് പെട്ടെന്ന് ഉണർത്താൻ പറ്റുന്ന ഒരു കൺസെപ്റ്റല്ല കുണ്ടലിനി ചക്രങ്ങൾ. അത് നാം പൂർണ്ണമായിട്ടും മനസ്സിലാക്കണം. മാത്രമല്ല, കുണ്ടലിനി ചക്രങ്ങൾ നാം സ്വയമേ ഉണർത്തിയാൽ മാത്രമേ ഉണരത്തുള്ളൂ. വേറൊരു വ്യക്തി ഉണർത്തിത്തന്നാൽ ഉണരുന്ന ഒരു കൺസെപ്റ്റല്ല കുണ്ടലിനി ചക്രങ്ങൾ. കാരണം കഠിനമായിട്ട് നാം അധ്വാനം ചെയ്താലേ നമുക്ക് സന്തോഷമുണ്ടാവുള്ളൂ, അല്ലേ? ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് നാം നമ്മുടെ ഉപാസനാമൂർത്തിയെ പൂർണ്ണമായിട്ട് സന്തോഷത്തോടെ, പൂർണ്ണതയോടെ ഉപചാരം ചെയ്താൽ ആ ഉപാസനാമൂർത്തിയാണ് നമ്മുടെ ഉള്ളിൽ പൂർണ്ണമായിട്ടും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബോഡി
പ്യൂരിറ്റി ആക്കേണ്ടത്. ഇപ്പോൾ പൊടിയുള്ള കസേരയിൽ ഒരിക്കലും നമുക്കിരിക്കാൻ മനസ്സ് വരില്ല. ആ പൊടിയൊക്കെ തട്ടി ആ പൊടി ഇല്ല എന്നുള്ള ഒരു കോൺഫിഡൻറ്റ് വന്നതിന് ശേഷമേ നാം ആ കസേരയിൽ കയറി ഇരിക്കാനുള്ള ശ്രദ്ധ കാട്ടുകയുള്ളൂ. സെയിം കൺസെപ്റ്റാണ് കോസ്മിക് എനർജിയും. നമ്മളിൽ പൂർണ്ണമായിട്ടും വികാരങ്ങൾ മാറി പ്യൂരിറ്റി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്യൂർ ആവുന്നത് എപ്പോഴാണോ അന്ന് മാത്രമാണ് കുണ്ടലിനി ചക്രങ്ങൾ, അതായത് മൂലാധാരം തൊട്ട് ഉണരാൻ തുടങ്ങുകയുള്ളൂ. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഇതത്ര കഠിനമായിട്ടുള്ള ക്രിയകളുമല്ല. നാം എത്രത്തോളം മനസ്സ് അർപ്പിച്ച് പഞ്ചോപചാരവും ജപവും ചെയ്യുന്നു അതനുസരിച്ചിരിക്കും നമ്മുടെ ചക്രങ്ങൾ ആക്ടിവേറ്റ് ആവുന്നത്. കാരണം കോസ്മിക് എനർജി എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോസ്മിക് പരാശക്തിയാണ്. ആ പരാശക്തിയെ നാം എന്താണെന്നറിയണം, അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്നറിയണം. അത് നമ്മുടെ ശരീരത്തിൽ നാമായി തീരുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനും മറ്റുള്ളവനെ നല്ല രീതിയിൽ നേർക്കാനും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. സ്വാർത്ഥത എന്നുള്ള കൺസെപ്റ്റ് കുണ്ടലിനി യോഗിക്ക് ഒട്ടും തന്നെ ചേരില്ല. കാരണം കുണ്ടലിനി ചക്രങ്ങൾ ഉണർന്നാൽ തന്നെ സ്വയം നന്നാകാനും അല്ലെങ്കിൽ ഉയരാനും ഒരിക്കലും ഒരു യോഗിയും മുതിരത്തില്ല. കാരണം എല്ലാം ശിവം, ഞാനും ശിവം എന്നുള്ള കൺസെപ്റ്റിലെത്തുമ്പോൾ, അതാണ് നിങ്ങൾക്ക് സിദ്ധന്മാരൊക്കെ കണ്ടാൽ അറിയാം എത്ര ലളിതമായിട്ടാണ് അവർ ജീവിക്കുന്നത്. സാധാരണക്കാരിലും താഴ്ന്ന ഇപ്പോൾ പഴനിയിൽ പോയാലും തിരുവണ്ണാമലയിൽ പോയാലും സിദ്ധന്മാർ എവിടെയൊക്കെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ എല്ലാം കൺട്രോൾ അവിടെ ഇരുന്ന് ചെയ്യുന്നുമുണ്ട്. എന്നാൽ അവരിയ്ക്കുന്ന സ്ഥലമാണെങ്കിലും ചപ്പും ചവറുകളുടെ ഇടയിലൊക്കെ ആയിരിക്കും. എല്ലാം ശിവമായി കാണുന്ന ഒരു കൺസെപ്റ്റാണ് അവർക്ക്. സാക്കിട സിദ്ധർ, നിങ്ങൾ പഴനിയിൽ പോയി കഴിഞ്ഞാൽ സാക്കിട സിദ്ധറിൻ്റെ സമാധിയൊക്കെ കാണാം. സാക്കിട സിദ്ധർ ഇരുന്ന സ്ഥലം കാണാം. സാക്കിട സിദ്ധറിന് വിശക്കുമ്പോൾ കാണയിലെ വെള്ളവും കാണയിലെ ചെളിയുമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാധാരണക്കാർ അത് കേട്ട് കഴിഞ്ഞാൽ തന്നെ ഛർദ്ദിക്കും. പക്ഷെ അവർക്കതൊരു കൺസെപ്റ്റേ അല്ല, അവർക്കൊരു വറിയല്ല. കാരണം എല്ലാം ശിവം എന്നുള്ള കൺസെപ്റ്റിലാണ്. ഇപ്പോൾ ഇവൻ നോക്കിയാൽ അഘോരീസ് എങ്ങനെയാണ് ജീവിക്കുന്നതെന്നറിയാം. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്ക് സ്വാർത്ഥത എന്നുള്ള ഒരു സ്വഭാവം അവിടെ വരുന്നില്ല. ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പോയാലും ആ മൂർത്തി എന്താണോ ചെയ്യുന്നത്, സ്വയം അലങ്കരിക്കുക അല്ലെങ്കിൽ സ്വയം നന്നാവുക എന്നുള്ള കൺസെപ്റ്റ് അല്ലല്ലോ അവിടെ. മുമ്പിൽ വരുന്ന കഷ്ടപ്പെടുന്ന, ദുഃഖിക്കുന്ന, കഷ്ടങ്ങൾ പറയുന്ന, ദുഃഖങ്ങൾ പറയുന്നവന് ആ ദുഃഖം മാറ്റിക്കൊടുക്കുക, അവൻ നല്ല രീതിയിലാക്കി നല്ല രീതിയിൽ ജീവിതം, കുടുംബാന്തരീക്ഷം എത്തിക്കൊടുക്കുക എന്നുള്ളതാണ് ആ ക്ഷേത്രത്തിലെ മൂർത്തി ചെയ്യുന്നത്. സെയിം കൺസെപ്റ്റാണ് കുണ്ടലിനി യോഗികളും അതായത് സിദ്ധതത്വങ്ങൾ ചെയ്യുന്നത്. ഈ ഒരു ലെവലിലേക്ക് എല്ലാവർക്കും മാറാൻ കഴിയും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, കോസ്മിക് എനർജി എന്ന് പറഞ്ഞാൽ എല്ലാവരിലും ഒരേപോലെയാണ്. എല്ലാവരിലും ഈ ശക്തിയുണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു ലെവലിലേക്ക് പോകാനുള്ള ഒരു മടി, ഉപാസന ചെയ്യാനുള്ള മടി, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി, കാര്യസാധ്യതയ്ക്ക് വേണ്ടി മാത്രം ഉപാസന ചെയ്യുന്ന കൺസെപ്റ്റ്, ഇതൊക്കെ തെറ്റാണ്. നാം എന്താണോ ശക്തി, ആ ശക്തിയിലേക്ക് എത്തിച്ചേരുവാൻ ഉപാസനകളും ഉപചാരങ്ങളും നമുക്ക് ചെയ്യേണ്ടി വരും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണരുന്നതല്ല ചക്രങ്ങൾ. മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞു, ചക്രങ്ങൾ കൂടുതൽ ആക്ടിവേഷൻ പവർ കാണിക്കാൻ ഉപചാരത്തിനിടയിൽ നമുക്ക് വേണമെങ്കിൽ ഹിൽസിൽ, അതായത് എൻ്റെ കൂടെ വന്നവർക്കെല്ലാം അറിയാം, പഴനിയിൽ കൊണ്ടരങ്ങി മല,
അവിടേക്ക് ചെന്ന് നമുക്ക് കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കുണ്ടലിനി ചക്രങ്ങളുടെ വൈബ്രേഷൻ എന്താണ് എന്നുള്ളത് പൂർണ്ണമായിട്ടും മനസ്സിലാവും. ശരിക്കും കോസ്മിക് എനർജി കൂടുതലും ഹിൽസ് ഏരിയയിലും അതേപോലെ വനാന്തരങ്ങളിലും ഗുഹകളിലും ഒക്കെയാണ്. അപ്പോൾ അവിടങ്ങളിലൊക്കെ പോയി മാസത്തിലൊരിക്കലൊക്കെ പോയി മെഡിറ്റേഷൻ ചെയ്യുക, അതേപോലെ സിദ്ധന്മാരുടെ സമാധി, ഇതൊക്കെ നമുക്ക് ഒരു പ്ലസ് പോയിൻ്റാണ്. അവിടേക്ക് ചെന്നാൽ നമുക്ക് കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്താലുണ്ടാവുന്ന ആ വൈബ്രേഷൻ തന്നെ നമുക്ക് കുണ്ടലിനി ചക്രങ്ങൾ ഉണരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം സിദ്ധ തത്വങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അവർക്ക് കുണ്ടലിനി ചക്രങ്ങൾ ആക്ടിവേഷൻ ചെയ്യാനുള്ള ഒരു വൈബ്രേഷൻ അവർക്ക് കഴിയും. അവർ സമാധിയിലാണെങ്കിലും അതായത് അവർക്ക് ഉപസ്ഥിതി ശരീരമില്ലെങ്കിലും അവർ അന്തരീക്ഷത്തിലുണ്ട്. അവർക്ക് എല്ലാം കഴിയും. അതുകൊണ്ട് തന്നെയാണ് നാം അവരെ സിദ്ധന്മാരെന്ന് വിളിക്കുന്നത്. അഷ്ടമസിദ്ധികൾ കൈവശമുള്ള തത്വങ്ങളാണ് സിദ്ധതത്വങ്ങൾ. അഷ്ടമസിദ്ധി എന്ന് പറയുന്നത് തന്നെ കോസ്മിക് റൂളാണ്. നാം എന്തും ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മുടെ കോസ്മിക് റൂൾ അത് നാം എപ്പോഴും കുണ്ടലിനി യോഗയിൽ പാലിക്കണം. ഉപചാരങ്ങളും ജപങ്ങളും പൂർണ്ണമാകുമ്പോഴാണ് കുണ്ടലിനി ചക്രങ്ങൾ ഉണരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വരാം. ഉപചാരം എന്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അത് ഞാൻ ഫ്രീക്വൻസും ഉപചാരങ്ങളും അതേപോലെ എന്താണ് വൈബ്രേഷൻ, നാം ഉപാസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻ എന്താണെന്നറിയാൻ ഞാൻ വരാൻ പറയാറുണ്ട്. നാം ഒരു കുണ്ടലിനി യോഗിയാണെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ശക്തികൾ അത് മറ്റുള്ളവന് ഉപകാരപ്പെടുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ വന്നവർ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. കാരണം ഡോക്ടർമാർ വരെ കൈവെടിഞ്ഞ, ഓപ്പറേഷന് കാശില്ലാത്തവർ, അപ്പോൾ അവരുടെയൊക്കെ പൂർണ്ണമായിട്ടും ഭേദപ്പെടുത്തുവാൻ നമ്മുടെ കോസ്മിക് എനർജിക്ക് കഴിയും. നാം ഓരോരുത്തർക്കും ആ ഒരു പവർ ഉണ്ട്. അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ കൺസെപ്റ്റ്. ചിലവർ ചോദിക്കും ഫീസ് എത്രയാവും എന്നൊക്കെ. ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും മനസ്സിലായും ആ ഒരു കൺസെപ്റ്റ് ഇവിടെ ഇല്ല എന്നുള്ളത്. ഓം നമ ശിവായ എന്നുള്ള കോസ്മിക് മന്ത്രം ഒരു ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു മനസ്സിൽ, ഒരു വ്യക്തിയുടെ മനസ്സിലും ശരീരത്തിൽ എന്തൊക്കെ പോസിറ്റീവ് ആക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രാക്ടിക്കലായിട്ടുള്ള വിഷയം. രോഗങ്ങൾ മാറുന്നതും ദുഃഖങ്ങൾ മാറുന്നതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അതെന്ത് പറഞ്ഞാൽ ഒന്നും ആഗ്രഹിക്കാതെ കോസ്മിക് എനർജി മറ്റുള്ളവരിലേക്ക് എന്തൊക്കെ ചെയ്യുന്നു, അവൻ്റെ എല്ലാം ദുഃഖങ്ങളും മാറ്റുമ്പോൾ അവനിലുണ്ടാകുന്ന മാറ്റങ്ങൾ മാനസികവും ശാരീരികവും, അവിടെ തന്നെയാണ് കോസ്മിക് എനർജിയുടെ വിജയവും. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളെ മനസ്സിലാക്കി തരിക, നിങ്ങളും അത് പ്രൊമോട്ടാക്കുക, നിങ്ങളുടെ വീട്ടുകളിലും ആ ഒരു എനർജി ബൂസ്റ്റ് ചെയ്യുക. ഇതാണ് എൻ്റെ ഉദ്ദേശ്യവും. ശിവതത്വം ഓം നമ ശിവായ എന്നുള്ള മന്ത്രത്തിന് എത്രത്തോളം ശക്തിയുണ്ട് എന്നുള്ളതും നാം ഓരോരുത്തരും അറിയേണ്ടതുണ്ട്. വെറും പഞ്ചാക്ഷരിയല്ല, ആ ഒരു മന്ത്രത്തിന് എന്തും അസാധ്യമായത് സാധ്യമാക്കാൻ കഴിയും എന്നുള്ളത് ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഈ ഒരു ലെവലിലെത്താനും ഇനിയും സിദ്ധചക്രങ്ങളുടെ അഴിവ് നിങ്ങളുമായിട്ട് പങ്കിടാനും ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഈ ഒരു കൺസെപ്റ്റ് വളരാനും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ
ശിവായ.